എല്ലാവർക്കും നമസ്കാരം. മാൾട്ട മലയാളി സൊസൈറ്റിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കുറച്ച് കാലമായി നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ട് തിരക്കുകൊണ്ടാണ്. നമുക്ക് എല്ലാവർക്കും ജോലി തിരക്കുണ്ട്. അതിൻ്റെ പേരിലാണ് നമുക്ക് വീഡിയോ ചെയ്യാൻ കുറച്ച് താമസം വന്നത്. ഇന്നത്തെ വീഡിയോ മെയിനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് മാൾട്ടയിലുള്ളവർക്ക് വേണ്ടിയിട്ടാണ്. കുറച്ച് ഇൻഫർമേഷൻ, അതായത് കുറച്ച് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. അത് നമുക്ക് വരുന്ന എൻക്വയറികളും അല്ലെങ്കിൽ നമുക്ക് വരുന്ന കോളുകളും നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഒരുപാട് പേർക്ക് ഇതിനെക്കുറിച്ച് വലിയൊരു ധാരണയില്ല എന്നുള്ളതാണ്. അതൊന്നും അറിയാതെയാണോ അത് ചെയ്യേണ്ട എന്നുള്ളൊരു കോൺസെപ്റ്റ് കൊണ്ടാണോ എന്നറിയില്ല. എനിക്ക് തോന്നുന്നു 90% ആൾക്കാർക്ക് ഇതിനെക്കുറിച്ചൊരു അറിവില്ലായ്മയാണ് മെയിൻ പ്രശ്നമെന്ന് തോന്നുന്നു. അപ്പോൾ അതിനെക്കുറിച്ചാണ് മെയിനായിട്ട് നമ്മൾ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ നാട്ടിൽ നിന്നുള്ളവർക്കുള്ള ചെറിയൊരു ഉപദേശം കൂടി പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യും. വളരെ പെട്ടെന്ന് തീർക്കാം എന്ന് വിശ്വസിക്കുന്നു. ആദ്യമായി പറയട്ടെ, നമ്മൾ എല്ലാവർക്കും ID കാർഡ് ഉണ്ട്. ID കാർഡ് എടുക്കുമ്പോൾ അതിനോടൊപ്പം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം കൂടിയാണ് ഈ ID ഉണ്ടാക്കുക എന്നുള്ളത്. ഈ ID എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാൾട്ടയിലെ ഒട്ടുമിക്ക എല്ലാ സർക്കാർ സേവനങ്ങൾക്കും ആവശ്യമായി വരുന്ന ഒരു സംഭവമാണ് ഈ ID. എനിക്ക് തോന്നുന്നു മാൾട്ടയിലുള്ളവർക്ക് അതിനെക്കുറിച്ച് വലിയൊരു ധാരണയില്ല എന്ന് തോന്നുന്നു. കാരണം പലർക്കും അതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ അതിനെക്കുറിച്ച് അറിയുന്നില്ല. നമുക്ക് ഈ ID വെച്ചിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നെക്സ്റ്റ് റിന്യൂവൽ വരെ അതിൽ വരുന്നതാണ്. നെക്സ്റ്റ് റിന്യൂവൽ, അഡ്രസ് ചേഞ്ച്, എംപ്ലോയർ ചേഞ്ച്, പിന്നെന്താ നമ്മുടെ ടാക്സ് റിട്ടേൺ, നമ്മുടെ നമ്മുടെ മെഡിക്കൽ സ്റ്റാറ്റസ്, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഈ ID ബന്ധപ്പെട്ടിട്ട് കിടക്കുന്നുണ്ട്. ഈ ID വെച്ചിട്ട് നമുക്ക് മെയിനായിട്ട് ജോബ് പ്ലസിൽ നമ്മുടെ സ്റ്റാറ്റസ് നോക്കാൻ പറ്റും, ടാക്സിൽ നമ്മുടെ ടാക്സ് സ്റ്റാറ്റസ് നോക്കാൻ പറ്റും. അതുപോലെ അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് ഈ ID വെച്ചിട്ട്. നമുക്കത് മിക്ക ലിങ്കിലും ഈ ID വെച്ചിട്ട് ഒന്നെങ്കിൽ ഈ ID വെച്ച് ലോഗിൻ ചെയ്യുക, അല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവ് ID വെച്ച് ലോഗിൻ ചെയ്യാൻ പറഞ്ഞിട്ട് വരുന്നത് കാണാം. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് ഈ ID വെച്ച് ചെയ്യുന്നതാണ്. ഈ ID ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണ്. info@gov.mt എന്ന സൈറ്റിലേക്ക് നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ പേരും ID നമ്പറും അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരു 3 മെസ്സേജ് വരും, മെയിൽ വരും. ആ മെയിലിൽ നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമുള്ളൂ. അതിൻ്റെ ഫോളോ അപ്പ് വെച്ച് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങളുള്ളൂ. ഇത് നമുക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അടുത്തതായിട്ട് പറയാനുള്ളത് പാസ്പോർട്ട് റിന്യൂവൽ അല്ലെങ്കിൽ പാസ്പോർട്ടിൻ്റെ വാലിഡിറ്റി. നമ്മളൊരു പുതിയ ID കാർഡിന് അല്ലെങ്കിൽ പുതിയ റിന്യൂവലിന് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ എംപ്ലോയർ ചേഞ്ച് എന്തോ ആയിക്കോട്ടെ, IDയുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്യുമ്പോഴും പാസ്പോർട്ടിന് 6 to 8 മന്ത് വാലിഡിറ്റി നിർബന്ധമാണ്. അതില്ലെങ്കിൽ നമുക്ക് പെർമിറ്റ് പുതുക്കി കിട്ടില്ല. നമ്മുടെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ അതിൻ്റെ പേരിൽ ഉണ്ടാകുന്നുണ്ട്. അതായത് നമുക്ക് ചിലപ്പോൾ നമ്മൾ റിവോക്കേഷൻ വരെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എല്ലാവരും പാസ്പോർട്ട് റിന്യൂവലിനെ കുറിച്ച് എല്ലാ വർഷം ചെക്ക് ചെയ്യുക. എന്നാണ് ഞങ്ങളുടെ അടുത്ത റിന്യൂവൽ വരുന്നതെന്നുള്ള കുറച്ചൊരു ധാരണ ഉണ്ടായിരിക്കണം. 6 to 8 മന്ത് മിനിമം പാസ്പോർട്ടിന് വാലിഡിറ്റി വേണം, നിർബന്ധമാണ്. അതില്ലാതെ നമുക്ക് റിന്യൂവൽ നടക്കത്തില്ല എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കിയിരിക്കണം. കാരണം ഒരുപാട് കോളുകളും ഒരുപാട് എൻക്വയറീസ് നമുക്ക് ഇതിനെക്കുറിച്ച് വരുന്നതുകൊണ്ടാണ് നമ്മൾ ഈ കാര്യം പറഞ്ഞത്. പിന്നെ പറയാനുള്ളത് ജോബ് പ്ലസിലെ കാര്യങ്ങളാണ്. ജോബ് പ്ലസിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ID വെച്ചിട്ട് നിങ്ങളുടെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാൻ പറ്റും. അതായത് നിങ്ങൾ ആ ജോബ് പ്ലസിൽ എൻഗേജ്ഡ് ആണോ, അതായത് ആ എംപ്ലോയർ നിങ്ങളെ എൻഗേജ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് സ്വയം ചെക്ക് ചെയ്യാൻ പറ്റും. ഇല്ല എന്നുവെച്ചെങ്കിൽ, അതായത് എംപ്ലോയർ എൻഗേജ് ചെയ്തിട്ടില്ല എന്നുവെച്ചെങ്കിൽ നിങ്ങൾ എംപ്ലോയറെ കൊണ്ട് എൻഗേജ് ചെയ്യിക്കണം. എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ഫൈനലി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ടെർമിനേഷൻ വേണമെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ചെക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മേഖല ആയതുകൊണ്ടാണ് അത് ചെയ്യണം എന്ന് പറയുന്നത്. പിന്നെ ഉള്ളത് ടാക്സ് അടയ്ക്കുക, നമ്മൾ സോഷ്യൽ സെക്യൂരിറ്റി അടയ്ക്കുക എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും റെസ്പോൺസിബിലിറ്റിയാണ്. അത് എംപ്ലോയറും നിങ്ങളും കൂടി ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇത് ചെയ്യാതെ നമ്മൾ അടുത്തൊരു പൊസിഷൻ ചേഞ്ചോ അല്ലെങ്കിൽ ജോബ് ചേഞ്ചിനോ പോകുമ്പോൾ ഒരു പക്ഷേ പ്രശ്നമുണ്ടാകാം. ചില കേസിൽ ഉണ്ടാവില്ല, ചില കേസിൽ ഉണ്ടാവാം. ഡിപ്പെൻസ് ഓൺ സിറ്റുവേഷനാണ്. അതുകൊണ്ട് ടാക്സും സോഷ്യൽ സെക്യൂരിറ്റിയും അടയ്ക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട കാര്യമാണ്. വൺസ് ID കാർഡ് കിട്ടി ജോലിക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിർബന്ധമായും ടാക്സും സോഷ്യൽ സെക്യൂരിറ്റി അടച്ചിരിക്കണം. ടാക്സ് €900 താഴെയാണെങ്കിൽ എക്സംഷൻ ഉണ്ട്. പക്ഷേ സോഷ്യൽ സെക്യൂരിറ്റിയിൽ ഒരു വ്യത്യാസമില്ല. അത് നമുക്ക് ഈ സോഷ്യൽ സെക്യൂരിറ്റി എടുക്കണമെങ്കിൽ നമുക്ക് സ്വന്തമായി പോയി നമ്മുടെ അടുത്തുള്ള കൗൺസിലിൻ്റെ അടുത്തുള്ള സർവീസ് GOവിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് സോഷ്യൽ സെക്യൂരിറ്റി നമ്പർ എടുക്കാൻ പറ്റുന്നതാണ്.
അതിന് പൈസ ചിലവില്ല. നമ്മുടെ പാസ്പോർട്ട് അല്ലെങ്കിൽ ID കാർഡ് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് എടുക്കാൻ പറ്റാവുന്നൊരു സംഭവമാണ് സോഷ്യൽ സെക്യൂരിറ്റി നമ്പർ. ഈ സോഷ്യൽ സെക്യൂരിറ്റി നമ്പർ ഉണ്ടെങ്കിൽ മാത്രമാണ് മാറ്റർഡേ അല്ലെങ്കിൽ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് സേവനം ലഭിക്കുകയുള്ളൂ. അതിനും ഒരു കാറ്റഗറൈസേഷൻ ഉണ്ട്. നമ്മുടെ സാലറി സ്ലിപ്പ്, ലാസ്റ്റ് സാലറി സ്ലിപ്പ് കാണിച്ചാൽ മാത്രമാണ് അവരത് പ്രൊവൈഡ് ചെയ്യത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ പൈസ അടയ്ക്കേണ്ടി വരും, നല്ല ഭീമമായ തുക അടയ്ക്കേണ്ടി വരും അല്ലെങ്കിൽ. അപ്പോൾ സോഷ്യൽ സെക്യൂരിറ്റിയെ കുറിച്ചും ടാക്സിനെ കുറിച്ചും അടുത്ത് വലിയൊരു വീഡിയോ ചെയ്യേണ്ടി വരും. എന്നാൽ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു. എന്തായാലും ID കാർഡ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പരമാവധി ടാക്സ് അടയ്ക്കാനും സോഷ്യൽ സെക്യൂരിറ്റിയും ഉണ്ടാക്കാൻ കമ്പനീനെ അല്ലെങ്കിൽ എംപ്ലോയറെ നമ്മൾ ഫോഴ്സ് ചെയ്ത് ചെയ്യിക്കണം. അത് നമ്മൾക്ക് വേണ്ടിയുള്ളതാണ്. അത് എംപ്ലോയറെ സംബന്ധിച്ച് അത് ചെയ്തില്ലെങ്കിൽ അവർക്ക് ലാഭമാണ്. പക്ഷെ നമ്മൾ ആ ഒരു €200 ലാഭം നോക്കിയിട്ട് ചെയ്യാണ്ടിരിക്കുകയാണെങ്കിൽ അത് നമുക്ക് ഏറ്റവും കൂടുതൽ പണിയായി വരുന്നതാണ്. പിന്നെ പറയാനുള്ളത്, നമ്മുടെ ഈ സോഷ്യൽ സെക്യൂരിറ്റി അല്ലെങ്കിൽ ഹെൽത്ത് ഇൻഷുറൻസ് കാർഡ് കൊണ്ട് നമുക്ക് ഈ യൂറോപ്പിൽ മൊത്തം കറങ്ങാം. അതായത് നമ്മുടെ ഈ ID കാർഡ് വെച്ചിട്ടുള്ള അതിന് അടയ്ക്കുന്ന ടാക്സിൻ്റെയും സോഷ്യൽ സെക്യൂരിറ്റിയുടെയും പൈസ കൊണ്ട് നമുക്ക് യൂറോപ്പിൽ എന്താ പറയുക കറങ്ങുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ യൂറോപ്പിൽ എവിടെയെങ്കിലും യാത്ര ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു മെഡിക്കൽ ബുദ്ധിമുട്ടുണ്ടായി കഴിഞ്ഞാൽ ആ രാജ്യത്തെ ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ കാർഡ് എന്താ പറയുക ഈ നമ്പർ ഉപയോഗിച്ച് നമുക്ക് ഒരു യൂറോപ്യൻ ഹെൽത്ത് ഇൻഷുറൻസ് കാർഡ് എന്ന സംഭവം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അത് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ഇൻഷുറൻസ് വെച്ചിട്ട് നമുക്ക് എവിടെയും ട്രീറ്റ്മെൻറ്റ് ഫ്രീ ആയിട്ട് എടുക്കാൻ പറ്റും. ഈ യൂറോപ്യൻ ഹെൽത്ത് ഇൻഷുറൻസ് കാർഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഫോർമാലിറ്റീസ് ഉണ്ട്. അതായത് നിങ്ങളുടെ എംപ്ലോയറുടെ കോൺട്രാക്ട് പേപ്പറും അതുപോലെ നമ്മുടെ ID കാർഡിൻ്റെ കോപ്പിയും വെച്ച് നമ്മൾ എൻറ്റൈറ്റിൽ മാൾട്ട എന്നൊരു സൈറ്റിൽ കയറി സെൻറ്റ് ലൂക്കിൽ അതിൻ്റെ ഒരു ഓഫീസ് ഉണ്ട്, അവിടെ പോയിട്ട് കൊടുക്കുക. അല്ലെങ്കിൽ മെയിൽ അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ കാർഡ് ഉണ്ടാക്കാൻ പറ്റും. ഈ കാർഡ് വളരെയധികം യൂസ്ഫുള്ളാണ്. നമ്മൾ യൂറോപ്പിൽ യാത്ര ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ഉപകരിക്കുന്ന ഒരു കാർഡായിരിക്കും. എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ ചികിത്സ കിട്ടാൻ പറ്റുന്ന ഒരു കാർഡാണ്. പിന്നെ ഈ പറയാനുള്ള കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടാക്സ് അടയ്ക്കുന്നവരെ കുറിച്ചാണ്. അതായത് ടാക്സ് അടയ്ക്കുന്നവർക്ക് ചിലവർക്ക് ഇപ്പോൾ പാരൻ്റ് ടാക്സ് എടുക്കുന്നുണ്ടാവും, മാരേജ് ടാക്സ് എടുക്കുന്നുണ്ടാവും, സിംഗിൾ ടാക്സ് എടുക്കുന്നുണ്ടാവും. അങ്ങനെ പല രീതിയിൽ ടാക്സുകൾ എടുക്കുന്നുണ്ട്. റീസെൻ്റ്ലി നമുക്കൊന്ന് രണ്ട് കേസ് അറിയാൻ കഴിഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാരൻസ് അല്ലെങ്കിൽ പാരൻ്റ് ടാക്സ് അടയ്ക്കുന്നവർക്ക് കുട്ടികൾ ഇവിടെ ഉണ്ടാകണം, അല്ലാഞ്ചെങ്കിൽ വൈഫ് കൊച്ചും ഇവിടെ ഉണ്ടാവണം. അതായത് മാരീഡ് ടാക്സ് ആണ് ഈ വൈഫെന്ന് ഉദ്ദേശിച്ചത്. അല്ല, കൊച്ചുങ്ങൾ ഇവിടെ ഉള്ളവർക്കാണ് പാരൻ്റ് ടാക്സ് ഉള്ളത്. അല്ലാത്തവരെല്ലാവരും സിംഗിൾ ടാക്സ് ആണ് അടയ്ക്കേണ്ടത്. അല്ലാത്ത പക്ഷം ഇപ്പോൾ അവർ ചെക്ക് ചെയ്തിട്ട് ഫൈനുകൾ വരുന്നുണ്ട്. ഞങ്ങളുടെ അറിവിൽ ഒരാൾക്ക് €6000 മേലെ ഫൈൻ വന്ന ഒരു സംഭവം ഇപ്പോൾ അടുത്തുണ്ടായി. അതുകൊണ്ടാണ് ടാക്സിനെ കുറിച്ച് പറഞ്ഞത്. എന്തായാലും ഇപ്പോൾ ഇതെല്ലാവരും അവിടെ പോയി ചോദിച്ച് വാങ്ങിക്കേണ്ട. സപ്പോസ് എന്തെങ്കിലും എൻക്വയറി വരികയാണെങ്കിൽ അതിനെക്കുറിച്ചൊന്ന് നല്ല രീതിയിൽ ചിന്തിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യണം. പാരൻ്റൽ ടാക്സ് ആണ് നിങ്ങൾ അടയ്ക്കുന്നതെങ്കിൽ, നിങ്ങളുടെ കൊച്ചു ഇവിടെ ഇല്ല എങ്കിൽ നിങ്ങളത് സിംഗിൾ ടാക്സിലേക്ക് ആക്കാൻ കമ്പനിയോട് പറയണം. എന്നിട്ടത് സിംഗിൾ ടാക്സ് അടയ്ക്കണം. അതുപോലെ മാരീഡാണ് ടാക്സ് കാണിക്കുന്നത് മാരീഡ് ടാക്സ് ആണെങ്കിൽ വൈഫ് ഇവിടെ ഇല്ല എങ്കിൽ അത് സിംഗിൾ ടാക്സിലേക്ക് മാറ്റാൻ നിങ്ങൾ കമ്പനിയോട് പറഞ്ഞ് ചെയ്യിക്കണം. അല്ലെങ്കിൽ ഇത് പിന്നീട് ഫൈനായിട്ട് വരാൻ സാധ്യതയുണ്ട്. ഇതിനെക്കുറിച്ചുള്ള പൂർണ്ണമായൊരു വിവരം, അതായത് പണ്ടൊക്കെ എല്ലാവർക്കും ചെയ്ത് കിട്ടിയിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യം എന്താണെന്നുള്ളത് നമുക്ക് അവിടെ പോയിട്ട് അന്വേഷിക്കാൻ പറ്റില്ല. കാരണം ഈ സപ്പോസ് നമ്മളിപ്പോൾ അവിടെ പോയി ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങാനും അത് അവർക്ക് തോന്നി എല്ലാവരും ചെക്ക് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ അതൊരു പ്രശ്നമാവും എന്ന് അറിഞ്ഞുകൊണ്ടാണ് നമ്മളിതിനെക്കുറിച്ച് എൻക്വയറി ചെയ്യാത്തതും അവിടെ പോയി അന്വേഷിക്കാത്തതും അതിനെക്കുറിച്ച് കുത്തിപ്പോക്കാത്തതും. പക്ഷേ നമുക്ക് കിട്ടിയൊരു മെസ്സേജ് അനുസരിച്ച് അല്ലെങ്കിൽ ഇൻഫർമേഷൻ അനുസരിച്ച് നമ്മളിതുമായി ബന്ധപ്പെട്ട് അഡ്വക്കേറ്റിനെ കണ്ടപ്പോൾ അഡ്വക്കേറ്റ് പറഞ്ഞ ഒരു കാര്യമാണ്, വൈഫ് ഇവിടെ ഉണ്ടെങ്കിൽ മാരിറ്റൽ ടാക്സും, കൊച്ചി ഇവിടെ ഉണ്ടെങ്കിൽ പാരൻ്റ് ടാക്സും അടയ്ക്കാം, ഇല്ലാത്തവരെല്ലാവരും സിംഗിൾ ടാക്സ് അടയ്ക്കുക എന്നാണ് അഡ്വക്കേറ്റിൻ്റെ ഒരു നിർദ്ദേശം കിട്ടിയത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിത് പറഞ്ഞത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെയുള്ള മാൾട്ടയിലുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മൾ പറയാൻ ഉദ്ദേശിച്ചത്. നാട്ടിൽ നിന്ന് വരുന്നവർക്ക് വേണ്ടിയുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ. നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നവർക്ക് VSF നിന്ന് വിസ അടിച്ച് കയ്യിൽ കിട്ടിയതിന് ശേഷം മാത്രം ഏജൻസികൾക്ക് കാശ് കൊടുക്കുക. പുതിയൊരു ട്രെൻഡ് കണ്ടേക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ VSF വരെ എത്തിക്കും. അവിടെ എത്തിക്കുമ്പോൾ ഒരു ₹1,50,000 അവരേക്ക് വാങ്ങിക്കും. ഡെഫിനറ്റ്ലി ആ ഏജൻസിക്കും അറിയാം അല്ലെങ്കിൽ ഏജൻറ്റിനും അറിയാം ഇത് വിസ അടിക്കാൻ പോകുന്നില്ല എന്നറിയാം. പക്ഷേ അപ്പോൾ തന്നെ അവർ പറയും ഈ പൈസ റീഫണ്ടബിൾ അല്ല എന്ന് പറഞ്ഞിട്ടായിരിക്കും അവർ മിക്കവാറും ഈ പരിപാടി തുടങ്ങുന്നുണ്ടാവുക. അപ്പം ഈ 1,50,000 അത് അവരുടെ പോക്കറ്റിലിരിക്കും. അവർ ഇപ്പോൾ ഇവിടെ അപ്ലൈ ചെയ്താലും ചെയ്തില്ലെങ്കിലും ആ പൈസ അവരുടെ കയ്യിലിരിക്കും. സപ്പോസ് ഇപ്പോൾ VSFൽ എത്തിയാലും ആ വിസ റിജക്റ്റ് ആയാലും ഈ പറഞ്ഞ ₹1,50,000 അവരുടെ കയ്യിലിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴത്തെ ഒരു പുതിയ ട്രെൻഡാണ് വളരെ കുറഞ്ഞ എമൗണ്ട് പറയുക. അതായത് 1,50,000 എന്നുള്ള ചെറിയൊരു എമൗണ്ട് പറയുക. ആ എമൗണ്ട് പറഞ്ഞിട്ട് VSF വരെ എത്തുക. VSF റിജക്റ്റ് ആവുന്നു, 1,50,000 അവരുടെ കയ്യിലിരിക്കുന്നു, അവരടുത്ത ക്ലയൻറ്റിനെ പിടിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് വിസ അടിച്ച് കയ്യിൽ കിട്ടിയതിന് ശേഷം മാത്രമേ നിങ്ങൾ ഫണ്ട് കൊടുക്കേണ്ട ഏജൻറ്റുമാർക്ക് അല്ലെങ്കിൽ ഏജൻസികൾക്ക്. നിലവിലെ സാഹചര്യത്തിൽ ഇന്ത്യൻസിൻ്റെ വിസകൾ റിജക്ഷൻ ആവുന്നുണ്ട്. എത്രമാത്രം അത് ഇനി ശരിയാകുമെന്നും നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല.
അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കുക. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ചെറിയ വീഡിയോ കൊണ്ട് ഉദ്ദേശിച്ചത്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. അതിനി ശരിയാകുമെന്നും നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കുക. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ചെറിയ വീഡിയോ കൊണ്ട് ഉദ്ദേശിച്ചത്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.